ബംഗ്ലാദേശ് എംപി അൻവാറുൽ അസീം അനാറിന്റെ കൊലപാതകത്തിന് പിന്നിൽ സ്വർണ്ണക്കടത്ത് നടത്തുന്ന സംഘമാണോ എന്ന് സൂചനയുണ്ട്. കൊലപാതകത്തിന് കാരണം ബിസിനസ് തർക്കമാണെന്ന റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു. കൊലപാതകത്തിന്റെ മുഖ്യ സൂത്രധാരനും ബംഗ്ലാദേശി വംശജനുമായ അക്തറുസ്സമാൻ ഷാഹീനും കൊല്ലപ്പെട്ട അസീം അനാറും തമ്മിൽ സ്വർണം കടത്തുന്നതിനുള്ള പങ്കാളികളായിരുന്നു. ദീർഘകാലമായി സ്വർണ്ണക്കടത്ത് നടത്തുന്ന അസീമും ഷാഹീനും തമ്മിൽ ലാഭം പങ്കിടുന്ന കാര്യത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇത് ചോദ്യം ചെയ്യലിൽ മറ്റ് പ്രതികൾ സമ്മതിച്ചതായിട്ടാണ് അന്വേഷണ തലത്തിലെ ഉദ്യോഗസ്ഥർ അറിയിച്ചത്. ദുബായിൽ നിന്ന് അക്തറുസ്സമാൻ ഷാഹീൻ ബംഗ്ലാദേശിലേക്ക് സ്വർണം കടത്തുമ്പോൾ അത് സുരക്ഷിതമായി എത്തേണ്ടിടത്ത് എത്തിക്കുന്നത് അൻവാറുൽ അസീമായിരുന്നു. എന്നാൽ അടുത്തിടെ ഇരുവരും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായി. അസീം ചതിക്കുമെന്ന ഭയം ഷാഹീമിന് ഉണ്ടായിരുന്നതായി പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കേസിൽ അറസ്റ്റിലായ 3 പ്രതികളെ വെള്ളിയാഴ്ച കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കൊലപാതകത്തിലേക്ക് നയിച്ചത് ബിസിനസ് പ്രശ്നങ്ങളാണ് എന്നായിരുന്നു റിമാൻഡ് അപേക്ഷയിൽ ഉണ്ടായിരുന്നത്. അസീമുമായി ബിസിനസ് പങ്കാളിത്തമുള്ള മറ്റുള്ളവർക്കും കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന സംശയത്തിലാണ് ബംഗ്ലാദേശ് പോലീസ്. ചികിത്സയ്ക്കായി കൊൽക്കത്തയിലെത്തിയ ബംഗ്ലാദേശ് എംപിയെ കൊലപ്പെടുത്തിയത് ഹണി ട്രാപ്പിൽ തന്നെയാണെന്ന് സംശയമുണ്ടായിരുന്നു. മെയ് 12-ന് പശ്ചിമ ബംഗാളിന്റെ തലസ്ഥാനത്തെത്തിയ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി അംഗമായ അൻവാറുൽ അസീം അനാറിനെയാണ് ഒരു ആഡംബര ഫ്ളാറ്റിൽ വെച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം തുണ്ടം തുണ്ടമാക്കി പ്ലാസ്റ്റിക് പാക്കറ്റിൽ നഗരത്തിൽ പലയിടത്തായി ഉപേക്ഷിച്ചത്. ബരാനഗറിലുള്ള ഗോപാൽ വിശ്വാസ് എന്ന സുഹൃത്തിന്റെ വീട്ടിലാണ് അനാർ താമസിച്ചിരുന്നത്. എന്നാൽ 13-ന് വൈദ്യപരിശോധനയ്ക്കായി പോയ എംപിയെ പിന്നീട് വിശ്വാസിനോ ബംഗ്ലാദേശിലുള്ള കുടുംബത്തിനോ ബന്ധപ്പെടാനായില്ല. തുടർന്ന് വിശ്വാസ് പോലീസിൽ പരാതി നൽകി. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ന്യൂ ടൗണിലുള്ള ഒരു ആഡംബര ഫ്ളാറ്റിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതായി വ്യക്തമായി. മൃതദേഹം പീസുകളാക്കി പ്ലാസ്റ്റിക് പാക്കറ്റിൽ നഗരത്തിന്റെ പല ഭാഗത്തായി ഉപേക്ഷിച്ചു. അതേസമയം തന്നെ ആരാണ് അനാറിനെ കൊന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും പോലീസ് സംശയത്തിലാണ്. കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരു അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരൻ ജിഹാദ് ഹവ്ദാറിനെ കൊൽക്കത്ത പോലീസ് അറസ്റ്റ് ചെയ്തു. എംപിയുടെ കൊലപാതകത്തിൽ മൃതദേഹം അവയവച്ഛേദം നടത്തിയതിലും തനിക്ക് പങ്കുണ്ടെന്ന് ഇയാൾ സമ്മതിച്ചിട്ടുണ്ട്. ധാക്ക പോലീസ് മറ്റൊരു ചോദ്യത്തിനു കൂടി ഉത്തരം കണ്ടെത്തി. കൊലയാളികളിൽ ഒരാളുമായി ബന്ധമുള്ള ഷിലസ്കി റഹ്മാൻ എന്ന യുവതിയാണ് അനാറിനെ ഹണി ട്രാപ്പിൽ കുടുക്കിയത്. എംപിയെ വശീകരിച്ച് യുവതി ആഡംബര ഫ്ളാറ്റിൽ എത്തിക്കുകയായിരുന്നു. ഫ്ളാറ്റിലെത്തിയ ഉടൻ തന്നെ അനാറിനെ വകവരുത്തി. ധാക്ക പോലീസിനെ ഉദ്ധരിച്ച് കൊൽക്കത്ത പോലീസ് പറഞ്ഞു. ന്യൂ ടൗണിലുള്ള ഒരു ആഡംബര ഫ്ളാറ്റിൽ യുവതിക്കൊപ്പം അനാർ പ്രവേശിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. 5 കോടിക്ക് കൊട്ടേഷൻ നൽകിയ ഷിലാസ്കി റഹ്മാനെ ധാക്ക പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതേസമയം ഷിലാസ്കി റഹ്മാനെ ധാക്ക പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതിനിടെ വെള്ളിയാഴ്ച രാവിലെയാണ് കൊൽക്കത്ത പോലീസ് കൊലപാതകത്തിൽ പങ്കാളിയായ ജിഹാദ് ഹവ്ദാറിനെ പിടികൂടിയത്. കൊലപാതകത്തിൽ പങ്കാളിയായ മറ്റ് 4 പേരും ബംഗ്ലാദേശിലേക്ക് കടന്നു എന്നാണ് സൂചന. അതേസമയം ഇക്കൂട്ടത്തിൽ ബംഗ്ലാദേശി വംശജനായ US പൗരൻ അക്തറുസ്സമാൻ ഇയാളാണ് സൂത്രധാരൻ എന്ന് കരുതുന്നു. ഷിലാസ്കി റഹ്മാനുമായി ബന്ധമുള്ളയാളാണ് ഇയാൾ. അനാറിനെ വകവരുത്താൻ 5 കോടി രൂപയ്ക്ക് കൊട്ടേഷൻ നൽകിയെന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾ ഇപ്പോൾ എവിടെയാണെന്ന് വ്യക്തമല്ല. US-ലായിരിക്കുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. അക്തറുസ്സമാന്റെ സുഹൃത്തായ സർക്കാർ ഉദ്യോഗസ്ഥന്റെ വാടക ഫ്ളാറ്റിലേക്കാണ് അനാറിനെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയത്. കൊല നടത്തിയത് എങ്ങനെയെന്നതിന്റെ പ്രാഥമിക രൂപം വെളിവായിട്ടുണ്ട്. ഹവൽദാറും കൂട്ടാളികളും കൂടി അനാറിനെ വകവരുത്തി മൃതദേഹത്തിൽ നിന്ന് തൊലിയുരിച്ച് മാംസം നീക്കം ചെയ്ത് തുണ്ടം തുണ്ടമാക്കി. ആളെ തിരിച്ചറിയാതിരിക്കാനായിരുന്നു അത്. എല്ലുകൾ ചെറു കഷ്ണങ്ങളാക്കി പ്ലാസ്റ്റിക് ബാഗിലാക്കി കൊൽക്കത്തയിൽ പലയിടത്തായി ഉപേക്ഷിച്ചു. ചില ശരീരഭാഗങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നതായും സൂചനയുണ്ട്. പ്രതികളിൽ ഒരാൾ വലിയ സൂട്ട്കേസുമായി ഫ്ളാറ്റിൽ നിന്ന് പുറത്തിറങ്ങിപ്പോകുന്നത് CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട്.